സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. നിലപാടുള്ളവൻ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. എന്തെന്നാൽ ഞാൻ വന്നത് നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ്. മത്തായി 9:13. പുരോഹിതൻ വ്യക്തമായ നിലപാടുള്ളവനാണ്. ദൈവം ഈ ഭൂമിയെയും അതിൻ്റെ ചരിത്രഗതിയെയും എങ്ങനെ കാണുന്നുവെന്നും ലോകത്തിലെ ഓരോ സാഹചര്യത്തോടും സംഭവത്തോടും മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണമെന്നുമായിരിക്കും അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്നും അനുദിനം വിവേചിച്ചറിഞ്ഞാണ് അവൻ നിലപാടെടുക്കുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ അവകാശമുണ്ടെന്നുമുള്ള അടിസ്ഥാന ബോധ്യം അവൻ്റെ നിലപാടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സത്യത്തിനും നീതിക്കും സമത്വത്തിനും മാനുഷികതയ്ക്കും ജീവനും ധാർമ്മികതയ്ക്കും വിശ്വാസത്തിനും അനുകൂലമായതും അവയെ സംരക്ഷിക്കുന്നതുമാണ് അവൻ്റെ നിലപാടുകൾ. ഗുരുവും നാഥനുമായ യേശുവിനെപ്പോലെയും ദൈവപക്ഷം ചേർന്ന് ജീവിച്ച പ്രവാചകരെപ്പോലെയും ദൈവരാജ്യത്തിനു വേണ്ടി മരണം വരിച്ച ധീര രക്തസാക്ഷികളെപ്പോലെയും പുരോഹിതൻ ദൈവിക നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അവ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സത്യം, സ്നേഹം, സാഹോദര്യം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ അവൻ മുറുകെ പിടിക്കുന്നു. അവ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നേട്ടവും അവൻ അന്വേഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യില്ല. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ സ്വത്വത്തിനും ദൗത്യത്തിനും ചേരാത്ത സന്ധിക്കും കൂട്ടുകെട്ടിനും അവൻ പോകില്ല. സമൂഹത്തിലെ ഏറ്റവും ദുർബലരും ചൂഷിതരുമായവരുടെ പക്ഷം ചേർന്നുള്ളതാണ് അവൻ്റെ നിലപാടുകൾ. അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോഴും അവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും നിശബ്ദനായിരിക്കാൻ പുരോഹിതന് കഴിയില്ല. ഓരോ കാര്യവും, അത് രാഷ്ട്രീയമായാലും സാമൂഹികമായാലും മതപരമായാലും വേണ്ട രീതിയിൽ പഠിച്ചും വിശകലനം ചെയ്തും പ്രാർത്ഥിച്ചുമാണ് പുരോഹിതൻ ആ കാര്യത്തിൽ തൻ്റെ നിലപാട് സ്വീകരിക്കുന്നത്. പുരോഹിതൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അവൻ്റെ നിലപാടുകളുടെ വ്യക്തത കാണാം. അവസരവാദികളെപ്പോലെ സ്വാർത്ഥലാഭത്തിനു വേണ്ടിയോ സ്വന്തം സുരക്ഷിതത്വത്തിനു വേണ്ടിയോ നേരിൻ്റെ വഴിയിൽ നിന്നോ സത്യത്തിൻ്റെ നിലപാടുകളിൽ നിന്നോ അവൻ മാറില്ല. എന്നാൽ ഏതെങ്കിലും കാര്യത്തിൽ താൻ ആദ്യം സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നെന്നോ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലപാടല്ല എന്നോ തിരിച്ചറിഞ്ഞാൽ അത് തിരുത്താൻ അവൻ എപ്പോഴും സന്നദ്ധനാണ്. ഇതിന് സഹായകമായ രീതിയിൽ ദൈവഹിതം അന്വേഷിക്കുകയും മാനുഷിക നന്മയ്ക്കായി നിലപാടെടുക്കുകയും ചെയ്യുന്ന മറ്റ് സഹോദരങ്ങളുമായി അവൻ ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുകയും ചെയ്യുന്നു. ദൈവഹിതമനുസരിച്ച് പുരോഹിതനെടുക്കുന്ന നിലപാടുകൾക്ക് പലപ്പോഴും അവന് വലിയ വില കൊടുക്കേണ്ടി വരാറുണ്ട്.
ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്ന ശക്തികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എതിർപ്പും ഭീഷണിയും അവഹേളനവും ചിലപ്പോൾ പീഡനവുമൊക്കെ അവന് നേരിടേണ്ടി വരുന്നു. പക്ഷേ അവൻ തളർന്നു പോവുകയോ പിൻവലിയുകയോ ചെയ്യുന്നില്ല. ദൈവത്തിലാണ് താൻ ആശ്രയിക്കുന്നതെന്നും അവിടെന്നാണ് തൻ്റെ നിലപാടുകളെ നയിക്കുന്നതെന്നുമുള്ള ബോധ്യം അവനെ ധൈര്യപ്പെടുത്തുന്നു. അതോടൊപ്പം ദൈവിക നിലപാടുകളിൽ വിശ്വസിക്കുകയും അവയ്ക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന സഹയാത്രികരും അവനോട് കൂടെയുണ്ട്. ദൈവഹിതം അന്വേഷിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും അവർ ഒന്നു ചേർന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ നിലപാടുകളെപ്പറ്റി ചിന്തിക്കുക. ദൈവഹിതമാണെന്ന ബോധ്യത്തോടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ അടുത്തയിടെ എടുത്ത നിലപാട് മനസ്സിലോർക്കുക. അതിൻ്റെ പരിണതഫലം എന്തായിരുന്നു? ഞാൻ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഈ അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയുക. ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ധീരത നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.